നിന്റെ അച്ഛന്റെ പ്രായടാ എനിക്ക്. പക്ഷെ ഒരുമിച്ചിരുന്ന് സിഗരറ്റ് വലിക്കാൻ തക്ക ബന്ധമുള്ള ഫ്രണ്ട്സാ നമ്മള്. നീ ഒന്നും മനസ്സിലാക്കണ്ട. ഞാനതൊക്കെ എപ്പോഴാ മറന്നു. സാർ പറഞ്ഞു തന്നെയാണ് ശരി. എനിക്കിതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്കറിയാടാ നിന്നെ കുറിച്ച്. എനിക്കറിയാം. യു ആർ ബോൺ ഫോർ ദിസ് ഗെയിം. നാളെ തന്നെ നമുക്ക് രാമരാജുവിനെ കാണാം. ഈ അസിസ്റ്റന്റ് കോച്ചിന്റെ ജോലി നിനക്ക് കിട്ടിയാ കോൾ അടിച്ചൊന്ന് കരുതിയാ മതി. ശമ്പളം ഒത്തിരി കുറവാണെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ? കോച്ചായിട്ടല്ല സാർ, പ്ലെയറായിട്ട്. പ്ലെയർ? അത് തന്നെയാണ് സാർ. എനിക്ക് വീണ്ടും കളിക്കണം. ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണം. അർജുൻ, അതിന് എനിക്കിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കാൻ വയ്യ സാർ. നിനക്ക് വയസ്സിപ്പം 36 കഴിഞ്ഞു. അതായത് പ്രൊഫഷണൽ സ്പോർട്സിൽ നിന്ന് റിട്ടയർഡ് ചെയ്യേണ്ട ഏജ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് അലഞ്ഞു നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി സാർ, പോയ 36 വർഷത്തെ ജീവിതം ഞാൻ കണ്ടു. ഇത്രയും നാളും എനിക്ക് മനസ്സിലാവായിരുന്നു മുഴുവൻ ഈ 3 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി സാർ. എനിക്ക് ഈ ലൈഫ് വേണ്ട. ഈ ഏജിലുള്ള നിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് അതിനെ അനുവദിക്കില്ല. ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയോ നേടിയെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നെ വിശ്വസിച്ചവരെല്ലാം ഞാൻ നിരാശരാക്കി. എനിക്കതിനെ കഴിഞ്ഞുള്ളൂ. സാറിനെ, സാറേ, ഫ്രണ്ട്സിനെ, എല്ലാരെയും. കുറെ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് തലയുയർത്തി നടന്ന എപ്പോഴാണെന്നറിയോ സാർ? ഇന്നത്തെ മാച്ച് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഞാൻ എൻ്റെ മകനെ കണ്ടു. ദേവടെ അവൻ അഭിമാനത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ എന്തുകൊണ്ടും ചെയ്യാം സാർ. ഇനി ആരുടെ മുന്നിൽ തലവടിക്കാൻ പറ്റില്ല. വർഷം മുമ്പ് ഞാൻ എവിടെ നിർത്തി അവിടുന്ന് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങാം. എന്ത് സംഭവിച്ചാലും ശരി, ഇന്ത്യൻ ടീമിൽ ഞാൻ കളിച്ചിരിക്കും.